ഉമർ റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിക്കുമ്പോൾ ദൂരെ യുദ്ധം ചെയ്യുന്ന സ്വഹാബികൾക്ക് മലമുകളിൽ അഭയം തേടാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. എങ്കിൽ അഭൗതികമായ കഴിവുണ്ടെന്ന് സമർത്ഥിക്കാൻ കഴിയില്ലേ എന്നതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. അത് പേർഷ്യയിലായിരുന്നു, നെഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്താണ്. യുദ്ധമുഖത്ത് ഈ സൈന്യം പരാജയത്തിൻ്റെ വക്കിലാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ സൈന്യത്തിൻ്റെ നേതാവായിട്ടുള്ള സാരിയത്ത് ബിൻ സനീം എന്ന് പറയുന്ന വ്യക്തിയോട്, സൈനിക നായകനോട് മിമ്പറിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ പറയുകയാണ്, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ, പർവ്വതത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് നൽകുന്ന കൽപ്പന. അപ്പോൾ ഇത് പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഈ സൈന്യത്തിൻ്റെയും ഇടയിൽ വളരെ ദൂരമുണ്ട് എന്നുള്ളതാണ്. മസീറത്തു ഷഹ്റിൻ, ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ സംഭവം ഇവരുടെ അന്ധവിശ്വാസങ്ങൾക്ക് തെളിവായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇതെവിടെയാണ് വന്നിട്ടുള്ളത്? ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലല്ല. മറിച്ച് ഇത് വന്നിട്ടുള്ളത് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫളായിലുസ് സ്വഹാബ എന്ന് പറയുന്ന കിതാബിൽ, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇസ്വാബയിൽ, അതുപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ അദ്ദലായിലുൻ നുബുവ എന്ന് പറയുന്ന കിതാബിൽ, അതുപോലെ തന്നെ ഇമാം അല്ലാഖി അദ്ദേഹത്തിൻ്റെ ഷറഹു സുന്നയിൽ, അതുപോലെ തന്നെ ഇബ്നുൽ അറാബി അദ്ദേഹത്തിൻ്റെ കറാമാത്തുൽ ഔലിയ എന്ന് പറയുന്ന കിതാബ്, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, ഗൾഫ് സലഫിസത്തിൻ്റെ ആളുകളൊക്കെ ഏറെ ബഹുമാനപൂർവ്വം കാണുന്ന ഷെയ്ഖ് അൽബാനിയും അതുപോലെ ഗൾഫിലെ പല പണ്ഡിതന്മാരും ഇത് ഈ സംഭവം സഹിഹാണെന്ന് പറയുകയും, ഇത് കറാമത്തിന്, പ്രത്യേകിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയൊരു കറാമത്താണ്. കാരണം മദീനയിലാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മദീന പള്ളിയുടെ മിമ്പറിലാണ്. അവിടെ നിന്നാണ് പറയുന്നത് എങ്ങോട്ട്, ഒരു മാസം സഞ്ചരിച്ചാലെത്താവുന്ന ദൂരത്തേക്ക്. അപ്പം അത് കേട്ടു, ആ സൈനിക നായകൻ ആ ശബ്ദം കേട്ടു, അത് അംഗീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സംഭവം സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോഴേക്ക് അത് സഹീഹാണോ ലഈഫാണോ എന്നൊക്കെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടുത്തെ ചോദ്യകർത്താവിനോട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, 5 പരമ്പരകളിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പരമ്പരയിൽ അയ്യൂബ് ബിൻ ഖവ്വാത്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. വഹുവ മത്റൂഖുൻ, അദ്ദേഹം ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്. മറ്റൊന്ന് സൈഫ് ബിൻ ഉമർ, വഹുവ കദ്ദാബുൻ, അദ്ദേഹം അങ്ങേയറ്റം കളവ് പറയുന്നവനാണ്. മറ്റൊന്ന് അൽ വാഖിദി, അദ്ദേഹവും കദ്ദാബാണ്. മറ്റൊന്ന് ഫുറാത്ത് ബിൻ സായിബ്, വഹുവ വല്ലാഉൻ, വല്ലാഹ് എന്ന് പറഞ്ഞാൽ പച്ചക്കളവ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി നിർമ്മിച്ചുണ്ടാക്കി പറയുക, അങ്ങനെ ചെയ്യുന്ന ആളാണ്. മറ്റൊന്ന് യഹ്യ ബിൻ അയ്യൂബ് അൽ ഗാഫിഖി, അദ്ദേഹത്തെക്കുറിച്ച് ഹാഫിള് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നത് സ്വദൂഖുൻ റുബ്ബമാ അഖ്ത, അദ്ദേഹം സത്യസന്ധനാണ്, പക്ഷേ ചില സന്ദർഭത്തിലൊക്കെ തെറ്റ് പറയാറുണ്ട്, തെറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് 4 പരമ്പരകളുടെ അവസ്ഥ. 5ാമത്തെ പരമ്പരയുടെ അവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ സനദിൽ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് യഹ്യ ബിൻ അയ്യൂബ് അൻ മുഹമ്മദ് ബിൻ അജ്ലാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചും ദുർബലനാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇമാം ഹാക്കിം പറയുന്നത്, ഹാദാ ഗരീബുൽ ഇസ്നാദി വൽ മത്നി, ഇത് സനദും മത്നുമൊക്കെ ഗരീബാണ്, അപരിചിതത്വം നിറഞ്ഞതാണ് എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഇതിനെ ഒട്ടേറെ പണ്ഡിതന്മാർ ഇത് സ്വീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ്, ഗൈറു സാബിത്താണ്, സ്ഥിരപ്പെട്ടതല്ല എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ മദീന പള്ളിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തുമ്പോൾ
എത്ര ആളുകളുണ്ടാകും? അതിലേറ്റവും പ്രഗത്ഭന്മാരായ ആളുകൾ എന്തുകൊണ്ടിത് പറഞ്ഞില്ല? അതുപോലെ ആ സൈന്യത്തിൽ എത്രയോ അണികളുണ്ട്, എത്രയോ സേനാംഗങ്ങളുണ്ട്, പട്ടാളക്കാരുണ്ട്. അവരാരും ഇതെന്തുകൊണ്ട് കേട്ടില്ല? മദീനത്ത് അന്ന് ഒറ്റപ്പള്ളിയിലല്ലേ ജുമ ഖുത്ബ ഉള്ളത്, ആ മസ്ജിദുൻ നബവി എന്ന് പറയുന്ന പള്ളിയിൽ. അപ്പൊ ചുരുക്കത്തിൽ ഇത് സത്യസന്ധമായി കൊണ്ട് സ്വീകാര്യയോഗ്യമായ രൂപത്തിൽ വന്നിട്ടില്ലാത്തൊരു സംഭവമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂൻ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളെ വിളിച്ച് ദുആ ചെയ്യുവാൻ ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു പ്രമാണവുമില്ല, ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. ഷിർക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു തെളിവുമില്ല എന്നുള്ളതാണ്. അല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.